ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സിൻ്റെ അടുത്ത ഭാഗമായിരുന്നു ഡിസ്കസ് ചെയ്തത് ഇറിവേഴ്സിബിൾ തെർമോഡൈനാമിക്സ് എന്നുള്ളത്. ബേസിക്കലി കുറേ പേര് എന്നോട് പറഞ്ഞു, സർ തെർമോഡൈനാമിക്സ് ഇത്തിരി പ്രയാസമാണ്, മനസ്സിലാവുന്നൊക്കെയുണ്ട്, പക്ഷേ നമുക്ക് ഓൺലൈനിൽ നിന്ന് മാറി ഓഫ്ലൈൻ ക്ലാസ് ആരംഭിക്കുമ്പോഴും തെർമോഡൈനാമിക്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ എടുത്താൽ മതി എന്ന് പലരും എന്നോട് പറഞ്ഞു. നല്ല കാര്യം, നമുക്കത് തുടരാവുന്നതാണ് കേട്ടോ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഇറിവേഴ്സിബിൾ തെർമോഡൈനാമിക്സ് തുടങ്ങിയിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദിസ് ഈസ് ഫെനമെനോളജിക്കൽ റിലേഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അതാണ് ഫെനമെനോളജിക്കൽ റിലേഷൻസ് എന്നുള്ള പേരിൽ പറയുന്നത്. ബേസിക്കലി നമ്മൾ ഒരുപാട് ഇറിവേഴ്സിബിൾ പ്രോസസ്സുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ധാരാളം ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹീറ്റായാലും മാസ്സായാലും ഇലക്ട്രിക് ചാർജ് ആയാലും ഒക്കെ തന്നെ ധാരാളം ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ എല്ലാ ട്രാൻസ്പോർട്ട് പ്രോസസ്സുകളും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ഈ പറയുന്ന എല്ലാ ട്രാൻസ്പോർട്ട് പ്രോസസ്സുകളും നോൺ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് നടക്കുന്നത് എന്ന് ഓർമ്മയുണ്ടാകുമല്ലോ. അത് ഇക്വിലിബ്രിയത്തിലല്ലാതെ നോൺ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് ഈ പറയുന്ന എല്ലാ ട്രാൻസ്പോർട്ട് പ്രോസസ്സുകളും നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ, ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിലുള്ള വ്യത്യാസം കൊണ്ട്, അതായത് ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം കൊണ്ട് ഫ്ലോ ഓഫ് ഹീറ്റ് നടക്കും. അതോടൊപ്പം തന്നെ കെമിക്കൽ പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസം കൊണ്ട് ഫ്ലോ ഓഫ് മാറ്റർ നടക്കും. ഇങ്ങനെ ഓരോ ഗ്രേഡിയൻറ്റിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന നോൺ ഇക്വിലിബ്രിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇറിവേഴ്സിബിൾ പ്രോസസ്സുകളും നടക്കുന്നത്. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിലുള്ള വ്യത്യാസം കൊണ്ട്, ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം കൊണ്ട് നമ്മൾ പറയുന്ന ഫ്ലോ ഓഫ് ഹീറ്റ് സാധ്യമാകും. എന്നാൽ കെമിക്കൽ പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസം കൊണ്ട് ഫ്ലോ ഓഫ് മാറ്റർ സാധ്യമാവും. ഇവിടെ എന്ത് ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ എന്ത് ഡ്രൈവൺ ഫോഴ്സ് കൊണ്ടാണോ ഇത്തരം ഇറിവേഴ്സിബിൾ ആയ നോൺ ഇക്വിലിബ്രിയേറ്റഡ് ആയ പ്രോസസ്സുകൾ നടന്നത്, ഇത്തരം ഡ്രൈവൺ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുക. നോക്കൂ, ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം കൊണ്ടാണ് അവിടെ ഫ്ലോ ഓഫ് ഹീറ്റ് നടന്നത്. ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം, അതാണ് അവിടുത്തെ ഫോഴ്സ്. ഇനി കെമിക്കൽ പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസം കൊണ്ടാണ് അവിടെ ഫ്ലോ ഓഫ് മാറ്റർ നടന്നത്. അതുകൊണ്ട് തന്നെ പറയൂ, കെമിക്കൽ പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസം, അതാണ് അവിടുത്തെ ഫോഴ്സ്. ഇങ്ങനെ എന്ത് ഗ്രേഡിയൻറ്റിലുള്ള വ്യത്യാസമാണോ ആ ഫ്ലോ പ്രോസസ്സ്, ആ ട്രാൻസ്പോർട്ട് പ്രോസസ്സ് നടക്കാൻ കാരണക്കാരനായി മാറിയത്, അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഫോഴ്സ് എന്നുള്ള പേരിൽ പറയുന്നത്. Due to these driven force, there is a transport process that become to be done. ഇത്തരത്തിലുള്ള ഡ്രൈവൺ ഫോഴ്സ് കൊണ്ട് ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ നടക്കാം. അങ്ങനെയെങ്കിൽ അത്തരം ട്രാൻസ്പോർട്ട് പ്രോസസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് എന്നാണ് നമ്മൾ പറയുക. ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് കൊണ്ട്, ഇപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിലുള്ള വ്യത്യാസം കൊണ്ട് അവിടെ ഫ്ലോ ഓഫ് ഹീറ്റ് നടന്നു. ആ ഫ്ലോ ഓഫ് ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. ഇനി കെമിക്കൽ പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസം കൊണ്ട് അവിടെ ഫ്ലോ ഓഫ് മാറ്റർ നടന്നു. ആ ഫ്ലോ ഓഫ് മാറ്റർ ആണ് ഫ്ലക്സ്. റെഡി? അപ്പോൾ ഏതൊരു ട്രാൻസ്പോർട്ട് പ്രോസസ്സ് നടക്കുമ്പോഴും അതിനൊരു ഡ്രൈവിംഗ് ഫോഴ്സ് റെസ്പോൺസിബിൾ ആയിരിക്കും. ആ ഡ്രൈവിംഗ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്. ഇനി ആ ഡ്രൈവിംഗ് ഫോഴ്സ് കൊണ്ട് നടത്തപ്പെടുന്ന ഏതൊരു പ്രോസസ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് എന്നാണ് നമ്മൾ വിളിക്കുക. ഈ ഫ്ലക്സും ഫോഴ്സിനും ഒരു ഇഫക്റ്റ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട്.
അതായത് ഫോഴ്സിനെ കൊണ്ടാണ് ഫ്ലെക്സ് എന്താകുന്നത്, സാധ്യമാകുന്നത്. ജനറലി ഫോഴ്സിനെ നമ്മൾ എക്സ് എന്നാണ് സൂചിപ്പിക്കുക. അതോടൊപ്പം ഫ്ലക്സിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ജെ എന്നാണ്. ഫ്ലക്സിനെ എല്ലായ്പ്പോഴും നമ്മൾ ജെ എന്നാണ് സൂചിപ്പിക്കുക. ഫോഴ്സിനെ എല്ലായ്പ്പോഴും നമ്മൾ എക്സ് എന്നുമാണ് എന്താക്കുന്നത്, സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടും സാധിക്കും ജെ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. ഫ്ലക്സ് ഈസ് ലീനിയർലി റിലേറ്റഡ് ടു ഫോഴ്സ്. റെഡി? ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എഴുതാം ജെ ഈക്വൽ ടു എൽ എക്സ് എന്ന്. ഇതിൽ ഈ എല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ദിസ് ഈസ് നോൺ ആസ് ഫെനമെനോളജിക്കൽ കോയഫിഷ്യന്റ്. ഫെനമെനോളജിക്കൽ കോയഫിഷ്യന്റ് ആണ് ഈ എൽ എന്ന് പറയുന്നത്. ജെ നമ്മുടെ ഫ്ലെക്സ് ആണ്, എക്സ് നമ്മുടെ എന്താണ്, ഫോഴ്സ് ആണ്. ഫ്ലെക്സും ഫോഴ്സും ലീനിയർലി റിലേറ്റഡ് ആണ്. ഫോഴ്സിന് സമാനമായാണ് ഫ്ലെക്സ് അവിടെ സാധ്യമാകുന്നത്. ജെ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്, ജെ ഈസ് ഈക്വൽ ടു എൽ എക്സ്. ഈ എല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഫെനമെനോളജിക്കൽ കോയഫിഷ്യന്റ് എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. ഇതിൽ നമ്മൾ ഈ പറയുന്ന ഫെനമെനോളജിക്കൽ കോയഫിഷ്യന്റിന്റെ വാല്യൂ ഒരിക്കലും ഫ്ലെക്സിനെയോ ഫോഴ്സിനെയോ എന്താക്കുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ പറയുന്ന രൂപത്തിൽ നമ്മൾ എഴുതുന്ന എല്ലാ ഇക്വേഷനെയും ഫെനമെനോളജിക്കൽ ഇക്വേഷൻസ് എന്നാണ് നമ്മൾ പറയുക. തെർമോഡൈനാമിക്സിൽ ഈ ഒരു രൂപത്തിൽ ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഫെനമെനോളജിക്കൽ കോയഫിഷ്യന്റ് ഇൻറ്റു ഫോഴ്സ് എന്ന് പറയുന്ന രൂപത്തിൽ എഴുതുന്ന എല്ലാ ഇക്വേഷനെയും നമ്മൾ വിളിക്കുന്ന പേര് ഫെനമെനോളജിക്കൽ ഇക്വേഷൻസ് എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. നമുക്ക് കുറച്ച് ഫെനമെനോളജിക്കൽ ഇക്വേഷൻസ് പരിചയപ്പെടാം. ഒന്നാമത് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഫെനമെനോളജിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഡ്യൂ ടു ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതും ഫ്ലക്സ് ജെ ക്യു ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ജെ ഈക്വൽ ടു എൽ എക്സ് ഫോമിൽ due to heat flow equal to minus k into dt by dx. K എന്ന് പറയുന്നത് നമ്മുടെ ഫെനമെനോളജിക്കൽ കോയഫിഷ്യന്റ് ആണ്. dt by dx എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഇത് വളരെ പ്രസിദ്ധമായ ലോ ആണ്. This is we can be say it as 4 years law. റെഡി? ഇനി മാസ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ജെ എം ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഇൻറ്റു ഡി സി ബൈ ഡി എക്സ് എന്നാണ് നമ്മൾ എഴുതുക. ഈ ഒരു ഇക്വേഷന് നമ്മൾ പറയുന്ന പേരാണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്നാണ് നമ്മൾ പറയുക. ഇതിൽ ഡി ഡിഫ്യൂഷൻ കോയഫിഷ്യൻ്റ് ആണ് നമ്മുടെ ഫെനമെനോളജിക്കൽ കോയഫിഷ്യൻ്റ്. ഇനി ഇലക്ട്രിസിറ്റിയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതുന്ന ഇക്വേഷനാണ് ജെ ഇ ഈക്വൽ ടു നമ്മൾ എഴുതും മൈനസ് ലാംഡ ഡി ഇ ബൈ ഡി എക്സ്. റെഡി? ഈ ഒരു ഇക്വേഷനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. തെർമോ ഡൈനാമിക്കൽ ആസ്പെക്റ്റ് പ്രകാരമായതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. ദിസ് ഇസ് വി ക്യാൻ ബി സേ ഇറ്റ് ആസ് ഓംസ് ലോ. ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഫെനമെനോളജിക്കൽ ഇക്വേഷൻ ആണിത്. ഇതിനെയാണ് നമ്മൾ ഓംസ് ലോ എന്നുള്ള പേരിൽ എന്താക്കുന്നത്, പറയുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ പറയുന്ന ഫെനമെനോളജിക്കൽ റിലേഷൻഷിപ്പാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഏതൊരു ഇറിവേഴ്സിബിളായ നോൺ ഇക്വിലിബ്രിയേറ്റഡ് ആയ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള എല്ലാ തെർമോഡൈനാമിക് പ്രോസസ്സുകളും നടക്കുമ്പോഴും അത്തരം പ്രോസസ്സുകൾ നടക്കാൻ കാരണമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവും. ആ ഡ്രൈവിംഗ് ഫോഴ്സിനെ കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ ട്രാൻസ്പോർട്ട് പ്രോസസ്സുകളും എന്താകുന്നത്, നടക്കുന്നത്. ഇത്തരം ഡ്രൈവിംഗ് ഫോഴ്സുകളെ നമ്മൾ ഫോഴ്സ് എന്നും ആ ഫോഴ്സിനാൽ കാരണമായി നടക്കുന്ന പ്രോസസ്സുകളെ ഫ്ലക്സ് എന്നുമാണ് നമ്മൾ എന്താക്കുക, പറയുക. ഫ്ലക്സിനെ ജെ എന്നും
ഫോഴ്സിനെ എക്സ് എന്നും നമ്മൾ എന്താക്കും, സൂചിപ്പിക്കും. ഫ്ലക്സും ഫോഴ്സും ലീനിയർലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും ജെ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്നും ജെ ഈക്വൽ ടു എൽ എക്സ് എന്നും. എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെനമനോളജിക്കൽ കോയഫിഷ്യൻ്റ് ആണ് എന്നും ഞാൻ പറയുകയുണ്ടായി. ഈ എൽ എന്ന് പറയുന്ന ഫെനമനോളജിക്കൽ കോയഫിഷ്യൻ്റ് ഒരിക്കലും ജെയെയോ എക്സിനെയോ എന്താക്കുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് പരിചിതങ്ങളായിട്ടുള്ള ചില ഫെനമനോളജിക്കൽ റിലേഷൻസ്, തെർമോഡൈനാമിക്സിലുള്ള ചില ഫെനമനോളജിക്കൽ റിലേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. നോക്കൂ മക്കളെ, ഈ ഒരു ഫെനമനോളജിക്കൽ റിലേഷൻഷിപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴും നിങ്ങൾക്ക് ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ പറയുന്ന ഫെനമനോളജിക്കൽ റിലേഷൻഷിപ്പ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫെനമനോളജിക്കൽ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും കോമൺ ആയി കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. അതിതാണ് ഈ പറയുന്ന എല്ലാ ഫെനമനോളജിക്കൽ റിലേഷൻസിനകത്തും ഒരു നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അല്ലേ? ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതാണ്: എവരി ട്രാൻസ്പോർട്ട് പ്രോസസ് that can be occurring from higher concentration to lower concentration. ഈ പറയുന്ന എല്ലാ ട്രാൻസ്പോർട്ട് പ്രോസസ്സുകളും സാധ്യമാകുന്നത് ഹയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിലേക്ക് എന്നുള്ളതാണ് ഈ പറയുന്ന നെഗറ്റീവ് സൈൻ എന്താക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റെഡി? ക്ലിയർ? മനസ്സിലായോ എല്ലാവർക്കും? റെഡിയല്ലേ സംഗതി? എന്നാ നോക്കുക, ഒരു സിസ്റ്റത്തിനകത്ത്, ഞാനൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിനകത്ത് ഒന്നിലധികം ഈ പറയുന്ന ഇറിവേഴ്സിബിൾ പ്രോസസ്സുകൾ, നോൺ ഇക്വിലിബ്രിയേറ്റഡ് ആയ ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ സൈമുൾട്ടേനിയസ് ആയി നടക്കുന്നു എന്നെന്താക്കുക, കരുതുക. റെഡി? ഒരു സിസ്റ്റം ഞാൻ കൺസിഡർ ചെയ്തു, ഇതാണ് എൻ്റെ സിസ്റ്റം. ആ സിസ്റ്റത്തിനകത്ത് ഒന്നിലധികം ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ എന്താകുന്നുണ്ട്, നടക്കുന്നുണ്ട്. എത്ര ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ നടന്നാലും ആ ട്രാൻസ്പോർട്ട് പ്രോസസ്സുകളുടെ എല്ലാത്തിൻ്റെയും ഫ്ലക്സും ഫോഴ്സും തമ്മിൽ ലീനിയർലി റിലേറ്റഡ് ആയിരിക്കും. എത്ര തന്നെ അല്ലെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ സൈമുൾട്ടേനിയസ് ആയി ഏതൊരു സിസ്റ്റത്തിനകത്ത് നടന്നാലും അതിൻ്റെ ഫ്ലക്സും അതിൻ്റെ ഫോഴ്സും തമ്മിൽ ലീനിയർലി റിലേറ്റഡ് ആയിരിക്കും. ലീനിയർലി റിലേറ്റഡ് ആയിരിക്കും. ക്ലിയർ? റെഡി? അങ്ങനെയാണെങ്കിൽ ഞാനൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ് ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം. അതായത് നമ്മുടെ ഫോഴ്സ് ആണെന്ത്, x1. ഇനി ആ ഒരു സിസ്റ്റത്തിനുള്ള കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് x2. ഒരു സിസ്റ്റത്തിനകത്ത് ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം, ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ് x1. ആ സിസ്റ്റത്തിനകത്തുള്ള കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ്, കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസമാണെന്ത്, x2. ഈ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് കൊണ്ടുണ്ടാകുന്ന ഫ്ലോ ഓഫ് ഹീറ്റ് ആണ് J1. ഫ്ലോ ഓഫ് ഹീറ്റ് ആണ് J1. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് കൊണ്ടുണ്ടാകുന്ന, കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഫ്ലോ ഓഫ് മാറ്റർ ആണ് J2. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഫ്ലോ ഓഫ് ഹീറ്റ് ആണ് J1. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൽ കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഫ്ലോ ഓഫ് മാറ്റർ ആണെന്ത്, J2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടേടാ, J1 is proportional to x1, J2 is proportional to x2. ഇതിനെ നമ്മൾ ഓൺസാഗർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞത് പ്രകാരം ഏതൊരു സിസ്റ്റത്തിനകത്തും ഒന്നിലധികം എന്താ പറയുക ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ സൈമുൾട്ടേനിയസ് ആയി നടക്കുന്നുണ്ട് എങ്കിൽ ഓൺസാഗർ കൺസെപ്റ്റ് പ്രകാരം അതിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും: J1 ഈക്വൽ ടു L11 x1 പ്ലസ് L12 x2
J2 ഈക്വൽ ടു L21x1 പ്ലസ് L22x2 ആയിരിക്കും. നോക്കണേ, പറഞ്ഞത് ഓൺസാഗർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഏതൊരു സിസ്റ്റത്തിനകത്തും ഒന്നിലധികം ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ സൈമുൾട്ടേനിയസ് ആയി നടക്കുന്നുണ്ട് എങ്കിൽ ഓൺസാഗർ കൺസെപ്റ്റ് പ്രകാരം അതിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് J1 ഈക്വൽ ടു L11x1 പ്ലസ് L12x2 ആണ്. J2 എന്ന് പറഞ്ഞാൽ L21x1 പ്ലസ് L22x2 ആയിരിക്കും. ഇതിൽ ഓരോ ടേമും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതിൽ L11 എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി കോഎഫിഷ്യൻ്റ്. റെഡി? ഇനി വേറെ ഒന്നുണ്ടല്ലോ, ഞാൻ ഓരോന്ന് പെറുക്കി പറയൂ കേട്ടോ. രണ്ടാമത്തത് L22 എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ്. റെഡി? ഈ രണ്ട് കോഎഫിഷ്യൻറ്റുകളെയും, അതായത് ഫെനോമെനോളജിക്കൽ കോഎഫിഷ്യൻസ് ആണല്ലേ, ഈ L11 L22 എന്ന് പറയുന്ന തെർമൽ കണ്ടക്ടിവിറ്റി കോഎഫിഷ്യൻറ്റും അതുപോലെ തന്നെ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റിനെയും പ്രൈമറി ഫെനോമെനോളജിക്കൽ കോഎഫിഷ്യൻസ് എന്നാണ് നമ്മൾ പറയുക. ദീസ് ടു, ഞാൻ ഇങ്ങനെ വരച്ചോട്ടെ, ദീസ് ടു വി ക്യാൻ ബി സെയ്റ്റ് ആസ് പ്രൈമറി ഫെനോമെനോളജിക്കൽ കോഎഫിഷ്യൻസ്. റെഡി? ഇനി ഇതിൽ L12 L21 എന്ന് പറയുന്ന രണ്ട് കോഎഫിഷ്യൻറ്റുകളുണ്ട്. ദിസ് ഈസ് റെപ്രസെൻറ്റിംഗ് ദ കപ്ലിംഗ് ഓഫ് ടു ഇറിവേഴ്സിബിൾ പ്രോസസ്. ഈ രണ്ട് ഇറിവേഴ്സിബിളായ പ്രോസസ്സുകൾ, അതായത് ഈ രണ്ട് ഇറിവേഴ്സിബിളായ നോൺ ഇക്വിലിബ്രിയേറ്റഡ് ആയ ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ കപ്പിൾ ചെയ്ത് നടക്കുമ്പോൾ, പരസ്പര പൂരകങ്ങളായി നടക്കുമ്പോൾ അവയെ സൂചിപ്പിക്കാനാണ് ഈ രണ്ട് കോഎഫിഷ്യൻറ്റുകൾ. ഈ രണ്ട് കോഎഫിഷ്യൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് കോഎഫിഷ്യൻസ് എന്നാണ് പറയുക. ക്രോസ് കോഎഫിഷ്യൻസ്. ഈ ക്രോസ് കോഎഫിഷ്യൻസ് പോസിറ്റീവോ നെഗറ്റീവോ ആവാം. പക്ഷേ നമ്മുടെ പ്രൈമറി കോഎഫിഷ്യൻറ്റുകൾ, പ്രൈമറി ഫെനോമെനോളജിക്കൽ കോഎഫിഷ്യൻറ്റുകൾ എല്ലായ്പ്പോഴും പോസിറ്റീവ് മാത്രമേ ആവുകയുള്ളൂ കേട്ടോ. റെഡി? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ജനറൽ ആക്കി എഴുതിക്കൂടെ? റെഡി? നമ്മൾ ഈ പറയുന്ന ഈ ഇക്വേഷനെ നമുക്ക് ജനറൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും? നമുക്ക് എഴുതാം JI ഇസ് ഈക്വൽ ടു LIIXI പ്ലസ് LIKXK എന്നെഴുതാം. JK ഈക്വൽ ടു LKI XI, റെഡി അല്ലേ? XI പ്ലസ് LKK XK എന്നെഴുതാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും? ഇത് X ആണ്. JI ഈക്വൽ ടു LIIXI പ്ലസ് LIKXK. JK ഈക്വൽ ടു LKIXI പ്ലസ് LKKXK. ഒന്നുമില്ലടാ, I എന്ന് 1 എന്നും K എന്ന് 2 എന്നും കരുതി നമ്മൾ നമ്മുടെ ഇക്വേഷനെ ജനറലൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഇത്. റെഡി? കാണുന്നുണ്ടല്ലോ? ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ഫെനോമെനോളജിക്കൽ റിലേഷൻസ് എന്നാണ് നമ്മൾ പറയുക. ഈ ഒരു ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ഫെനോമെനോളജിക്കൽ റിലേഷൻസ് എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. റെഡി? ഇനി ഇതിലെ ഈ ക്രോസ് കോഎഫിഷ്യൻറ്റുകൾ വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താം. L12 എന്ന് പറയുന്ന ക്രോസ് കോഎഫിഷ്യന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഹീറ്റ് ഫ്ലോ ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഞാൻ പറഞ്ഞു പരസ്പര പൂരകങ്ങളായി കപ്പിൾ ചെയ്ത് നടക്കുകയാണ് എന്ന്. അപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ട് മാറ്റർ ഫ്ലോയ്ക്ക് പകരമായി ഹീറ്റ് ഫ്ലോ നടക്കുന്നുണ്ട് എങ്കിൽ ആ സമയത്തുള്ള കപ്ലിംഗ് റിയാക്ഷന്റെ കോഎഫിഷ്യന്റ് ആണ് L12. L21 എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് മാറ്റർ ഫ്ലോ ഡ്യൂ ടു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിലെ വ്യത്യാസം കൊണ്ട് ഹീറ്റ് ഫ്ലോ നടക്കുന്നതിന് പകരമായി മാറ്റർ ഫ്ലോ നടക്കുന്നു.
അത് സൂചിപ്പിക്കാനാണ് L21 എന്ന് പറയുന്ന കപ്ലിംഗ് കോഎഫിഷ്യന്റ് നമ്മൾ എന്താക്കുന്നത്, ഉപയോഗിക്കുന്നത് കേട്ടോ. ജനറലി നമ്മുടെ ഇക്വേഷന് ഇങ്ങനെ എഴുതിയാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെനമെനോളജിക്കൽ, ലീനിയർ ഫെനമെനോളജിക്കൽ റിലേഷൻസ് എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. ഇതിൽ ഈ ലീനിയർ ഫെനമെനോളജിക്കൽ റിലേഷനെ നമുക്ക് സമ്മേഷനായി ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. JI ഈക്വൽ ടു സിഗ്മ J ഈക്വൽ ടു 1 to n LIJ XJ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് എന്താവും, സാധിക്കും. JI ഈക്വൽ ടു സിഗ്മ J ഈക്വൽ ടു 1 to n LIJ XJ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് എന്താവും, സാധിക്കും കേട്ടോ. ഇതാണ് നമ്മൾ പറയുന്ന ലീനിയർ ഫെനമെനോളജിക്കൽ റിലേഷൻ. ക്ലിയർ അല്ലേ കാര്യം? മനസ്സിലായോ സംഗതി? ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ദിസ് ഈസ് ഓൺ-സാഗർ റെസിപ്രോക്കൽ റിലേഷൻസ്. ലാസ്റ്റ് തിങ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദിസ് ഈസ് ഓൺ-സാഗർ റെസിപ്രോക്കൽ റിലേഷൻസ്. ബേസിക്കലി നമ്മൾ പറഞ്ഞു ഏതൊരു കെമിക്കൽ ട്രാൻസ്പോർട്ട് പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളവും ഫ്ലക്സും ഫോഴ്സും ലീനിയർലി റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നമ്മൾ ഒരു സെയിം ഇൻ്റർഫിയറൻസ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദിസ് ഈസ് LIK ഈക്വൽ ടു LKI. നമ്മുടെ കപ്ലിംഗ് കോൺസ്റ്റൻറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഒന്നിലധികം ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ ഒരുമിച്ചൊരു സിസ്റ്റത്തിനകത്ത് നടക്കുമ്പോൾ നമ്മൾ എഴുതുന്ന ഫ്ലക്സ് ഫോഴ്സ് റിലേഷനകത്തുള്ള കപ്ലിംഗ് കോഎഫിഷ്യൻറ്റുകൾ LIK എന്ന് പറയുന്നത് LKIക്ക് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതാണ് ഓൺ-സാഗർ നമുക്ക് ഷോ ചെയ്ത് തന്നിട്ടുള്ള കാര്യം. ഇതിനെയാണ് നമ്മൾ ഓൺ-സാഗർ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് പെയർ എന്നാണ് ഇതിനെ നമ്മൾ എന്താക്കുക, പറയുക. ഈ എഴുതിയിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കോൺജുഗേറ്റ് പെയർ എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. റെഡി? അത് വേണമെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനൊരു 1 ഡയമെൻഷണലായ കണ്ടക്റ്റിംഗ് വയർ എന്താക്കി എടുത്തു. ഈ കണ്ടക്റ്റിംഗ് വയറിൽ വളരെ ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് എന്താവും, ഹീറ്റ് ഫ്ലോ എന്താവും, സാധ്യമാവും. അതോടൊപ്പം ഈ പറയുന്ന ലോങ്ങറായ മെറ്റാലിക് വയറിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിലെ വ്യത്യാസം കൊണ്ട് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റിയും എന്താവും, സാധ്യമാവും. രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോസസ്സാണ്. എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ആബ്സെൻസ് കൊണ്ട് ആ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസിനെ മാത്രമേ എന്താവുകയുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ. എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസിനെയും അതോടൊപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും എന്താക്കുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എടാ മക്കളെ, ഞാൻ പറഞ്ഞത് ടെമ്പറേച്ചർ ഡിഫറൻസിലെ വ്യത്യാസം കൊണ്ട് ഹീറ്റ് ഫ്ലോ സാധ്യമാകുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസിലെ വ്യത്യാസം കൊണ്ട് കറൻറ്റിൻ്റെ ഫ്ലോ സാധ്യമാകുന്നുണ്ട്. ഞാൻ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് മാത്രമേ എന്താകുന്നുള്ളൂ, നടത്തുന്നുള്ളൂ. അപ്പോൾ ഹീറ്റ് ഫ്ലോ മാത്രമേ എന്താകുന്നുള്ളൂ, സാധ്യമാകുന്നുള്ളൂ. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസിലുള്ള വ്യത്യാസവും കൂടി നടത്തുമ്പോൾ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് കൊണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ടും ഹീറ്റ് ഫ്ലോ എന്താവും, സാധ്യമാവും. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസിലുള്ള വ്യത്യാസം കൊണ്ട് കറൻറ്റിൻ്റെ ഫ്ലോ സാധ്യമാകുന്നുണ്ട്. റെഡി? എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിലുള്ള വ്യത്യാസവും ടെമ്പറേച്ചർ ഡിഫറൻസും കൂടി ഉണ്ടായാൽ ഈ രണ്ട് ഗ്രേഡിയൻറ്റിലെ വ്യത്യാസം കൊണ്ട് അവിടെ കറൻറ്റിൻ്റെ ഫ്ലോ എന്താവും, സാധ്യമാവും. റെഡി? അതായത് ഇവർ തമ്മിൽ പരസ്പര പൂരകങ്ങളാണ് എന്ന് ചുരുക്കം. അതായത് ഈ കോഎഫിഷ്യൻറ്റുകൾ തമ്മിൽ ഇൻ്റർ റിലേറ്റഡ് ആണ്, കപ്പിൾഡ് ആണ് എന്ന് ചുരുക്കം. ഇതിനെയാണ് നമ്മൾ ഫെനമെനോളജിക്കൽ റിലേഷൻഷിപ്പ് എന്നുള്ള പേരിൽ എന്താക്കുന്നത്, പറയുന്നത്. ക്ലിയർ? ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? റെഡിയാണോ കാര്യം? മനസ്സിലായോ സംഗതി? ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിയിട്ട് വരും.